ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിന് സത്യങ്ങളൊന്നും തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയെ പോലെ ഇരുന്ന നമ്മുടെ ഗീതുവിന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഊർജം കൊടുത്ത് നമ്മുടെ രേഖയും അതുപോലെ തന്നെ പൂജയും ഒക്കെ അടുത്തുണ്ട്. പൂജ പിന്നെ അത്രത്തോളം അമ്മ ക്രൂരതയുള്ള ഒരു സ്ത്രീയാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും രേഖ നമ്മുടെ ഗീതുവിന് സകല സപ്പോർട്ടുകളും കൊടുക്കുകയാണ്. തോറ്റു പോയെടുത്ത് നിന്ന് നീ തുടങ്ങണം ഗീതു, അവിടെ നിന്ന് നീ ഈ ശത്രുക്കളെയൊക്കെ നിലംപരിശാക്കണം എന്ന് തന്നെ പറഞ്ഞു. ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ പറ്റുന്നൊരവസരം നിനക്കുണ്ടാക്കണം, ഉണ്ടാക്കിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്നുള്ള കാര്യം. അങ്ങനെ രേഖ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്ക് ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. 100% മനസ്സിലായില്ലെങ്കിലും ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പൂജയ്ക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ പൂജ പല കാര്യങ്ങളിലും ഇനി ഗീതുവിനും രേഖയ്ക്കും കൂട്ടുണ്ടാകുമെന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നുള്ള രീതിയിൽ പൂജയും ഇവരോട് സപ്പോർട്ടായിട്ട് സംസാരിച്ചു. എന്തായാലും തകർന്നിരുന്ന ഗീതുവിന് അതൊരു ഭയങ്കര ഊർജം തന്നെയായിരുന്നു. ഇനി അങ്ങോട്ട് പൊരുതാൻ വേണ്ടിയുള്ള ആ ഒരു ധൈര്യം ആ ഒരു സംസാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു 2 വ്യക്തികളിൽ നിന്ന് നമ്മുടെ ഗീതുവിന് കിട്ടി. ഗീതു എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുകയും ചെയ്തു. ആരുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കയ്യബദ്ധം എനിക്ക് പറ്റിയെങ്കിൽ ഇനി അതൊരിക്കലും പറ്റില്ല എന്ന്. പക്ഷെ ആരാണ് തന്നെ ചതിച്ചതെന്ന് തനിക്ക് കണ്ടെത്തണം എന്നും ഗീതു പറയുക. ആരാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ തൻ്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റിയത് എന്ന് തനിക്ക് അറിയണം. അതറിഞ്ഞേ താൻ അടങ്ങൂ എന്ന് തന്നെ നമ്മുടെ ഗീതു പറയുന്നു. അങ്ങനെ ഗീതു ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കും കേട്ടോ. ഇതേ സമയത്ത് ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ നാണം കെട്ട രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. കാരണം ഭാര്യയ്ക്ക് അതിബുദ്ധി കൂടിപ്പോയി, അല്ലെങ്കിൽ ഭാര്യയുടെ തലയ്ക്കകത്ത് വെളിവില്ലായ്മ കൊണ്ട് അമ്മയുടെയും അനുജൻ്റെയും അരികിൽ നാണം കെട്ടു. അങ്ങനെ എന്തൊക്കെയോ വലിയ ദുരന്തം സംഭവിച്ചെന്നുള്ള രീതിയിൽ ഗോവിന്ദൻ അങ്ങനെ ഇരിക്കുന്നു. ഗീതു ആണെന്നുണ്ടെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ആകെ വിഷമിച്ചിരിക്കുക. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ പാവം നമ്മുടെ വിജയലക്ഷ്മി മേഡം ഈ വരുണും അതുപോലെ തന്നെ രാധികയും ആ വീടിൻ്റെ പടി ഇറങ്ങുന്ന കാഴ്ച കാണാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളും ഒരുപാട് സന്തോഷ നിമിഷങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ആലോചിച്ച് ആ മേഡം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് ഗീതു തറ പറ്റിയതിനെ പറ്റിയും അതുപോലെ തന്നെ ഗീതുവിൻ്റെ ആ കയ്യിലുണ്ടായിരുന്ന തെളിവുകളെ പറ്റിയും അമ്മയും മകനും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എങ്ങനെയാണ് ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു തെളിവ് നഷ്ടപ്പെട്ടു പോയതെന്ന് വരുൺ ഇങ്ങനെ രാധികയോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗീതുവിനെ നിസാരക്കാരിയായിട്ട് കാണാൻ കഴിയില്ലെന്നും ഇനി ഓരോ ചുവടും സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാധിക മകന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാധികയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. രാധികയുടെ ഫോണിലേക്ക് കോള് വന്നപ്പോൾ ഒരു അൺനോൺ നമ്പർ ആയിരുന്നു. അതിൽ നിന്ന് ഇതാരാണെന്ന് അറിയാൻ വേണ്ടി കോൾ എടുത്തു. ഹലോ, ആരാണെന്ന് ചോദിച്ചപ്പം ഞാൻ ആരാണെന്ന് പറയാനൊക്കെ വരട്ടെ, ഇന്നെന്തായാലും നിങ്ങൾ തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റേതായ പ്രത്യുപകാരം ചെയ്തേ പറ്റൂ, നിങ്ങളെ രക്ഷിച്ചെടുത്ത ആൾ ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫോണിലൂടെ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളെ രക്ഷിച്ചെടുത്തുന്നോ, എന്ത് കാര്യത്തിൽ നിന്ന്, നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത്, നിങ്ങളെന്താ പൊട്ടം കളിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ രാധിക വലിയ ഡയലോഗുകൾ വലിയ ആൾ കളിച്ചുകൊണ്ട് സംസാരിക്കുമല്ലോ, ആ സെയിം രീതിയിൽ വലിയ ആൾ കളിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ അയച്ചു തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി, അതിനുശേഷം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാധികയ്ക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുത്തു. അതിനകത്ത് ഞാൻ ഗോവിന്ദ് മാധവനെ കൊല്ലും, നിന്നെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത് ഞാനാ, വെറും വിരളിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നിനക്കിനി ഇവിടെ ജീവിതമുള്ളൂ, നിന്റെ പിറകെ മരണം പാഞ്ഞു വരുന്നുണ്ട്. രാധികയും സുവർണയും വരുണും ഇവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ, ഗീതു റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അതേപടി വ്യക്തമായിട്ട് ആ ഫോണിൽ കാണിച്ചിരിക്കുകയാണ് ഈ അൺനോൺ നമ്പറുകാരൻ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ രാധിക ഞെട്ടി, രാധിക ശരിക്കും പേടിച്ചു. അപ്പോൾ ഗീതു എല്ലാം കരുതി കൂട്ടി വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമായും രാധികയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അയാളുടെ കോൾ വന്നു. ഇപ്പം നിങ്ങൾക്ക് അപ്പോൾ ആക്രാന്തത്തോടു കൂടി കോൾ എടുക്കുക, കാരണം എന്താ, ആവശ്യം ഇവരുടെ ആയതുകൊണ്ട്. അങ്ങനെ കോൾ എടുത്തപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമല്ലോ അല്ലോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്നൊക്കെ ഞാൻ പറയാം, പക്ഷേ നമുക്ക് പരസ്പരം നേരിട്ടൊന്ന് കാണണം, നേരിട്ട് കണ്ട് സംസാരിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഞാനുണ്ടാകും, അവിടേക്ക് നിങ്ങൾ വരണമെന്നും നിങ്ങളുമായി എനിക്ക് സംസാരിക്കണമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. വരാം, ഇപ്പം തന്നെ വരാം, കറക്റ്റ് സമയത്ത് എത്തിയിരിക്കുമെന്നും പറഞ്ഞ് രാധിക വെപ്രാളം കയറി ഫോൺ അങ്ങ് കട്ട് ചെയ്തു.
എന്നിട്ട് മകനോട് പോകുന്നതിനെ പറ്റി പറഞ്ഞു. എങ്ങോട്ടാമേ, എന്താമേ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കാര്യമൊക്കെ ഞാൻ പറയാം. എന്തായാലും ഗീതു ചില്ലറക്കാരിയല്ല, ഗീതു രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇപ്പോൾ വന്ന അൺനോൺ നമ്പറുകാരൻ്റെ അരികിലേക്കാണ് നമ്മൾ പോകുന്നത്. അയാൾക്ക് നമ്മളുമായി എന്തോ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഏത് അൺനോൺ നമ്പറുകാരനാമേ? അതെനിക്കറിയില്ല, ബാ നമുക്ക് പോകണം. അയാളെ ചെന്ന് കണ്ട് സംസാരിക്കണം. അയാൾ കോടികളായിരിക്കും ഒരു പക്ഷേ നമ്മളോട് ചോദിക്കുന്നത്. അതൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്ത് കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഗോവിന്ദൻ്റെ മുന്നിൽ ഒരിക്കലും നമ്മളെ തിരിച്ചറിയാൻ പാടില്ല. ആ തെളിവ് അയാളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം അത് വലിയ അപകടമാണെന്നൊക്കെ രാധിക മകനോട് പറഞ്ഞിട്ട് മകനെ വിളിച്ചുകൊണ്ട് പോകുക. ഈ സമയത്താണ് അവിടേക്ക് നമ്മുടെ വിജയലക്ഷ്മി മാം വരുന്നത്. അവർ വന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ധൈര്യത്തോടു കൂടി ആ ഒരു പവർ എടുത്ത് അറക്കൽ തറവാട്ടിൻ്റെ ഗേറ്റൊക്കെ വലിച്ചു തുറന്ന് അവരിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്താണ് അമ്മയും മോനും ബുർബറ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോൾ കാണുന്നത് രാധികയെയും അതുപോലെ തന്നെ രാധികയും വരുണിനെയാണ് വിജയലക്ഷ്മി കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. മേഡം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. പാവം ഓർത്തത് ഇവർ ചിലപ്പോൾ ഇറക്കി വിട്ടിട്ട് വരുന്നതായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെ ഒരു സീനും ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് രാധിക ചോദിച്ചു. എനിക്കാണ് ഈ വീട്ടിൽ വരാനുള്ള അവകാശമുള്ളതെന്നും നീ എവിടുന്ന് കയറി വന്നവളാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധികയോട് എന്തേലും ചോദിക്കാം. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്, ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചവൾ നീയാണ്. നീ എന്നോട് പ്രശ്നം ഉണ്ടാക്കരുതെന്നോ? നാണോ ഇല്ലേ നിനക്ക് സംസാരിക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ സത്യങ്ങളൊക്കെ എല്ലാം ഗീതു മനസ്സിലാക്കിയല്ലേ? തലനാരിഴയ്ക്ക് നീയൊക്കെ രക്ഷപ്പെട്ടു പോയാലും ഗീതു നിന്നെ പൂട്ടിയിരിക്കും. എൻ്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഗീതുവിനെ കൊണ്ട് ഞാനത് ചെയ്യിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വരുൺ കയറി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പിറകെ നടന്ന് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് എത്ര കോടിയാണ് വേണ്ടതെന്ന് പറ, നിങ്ങൾക്ക് ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്തണ നായേ, നിൻ്റെ അമ്മ പോലും എനിക്ക് വിലയിടാനുള്ളവളായിട്ടില്ല. അങ്ങനെയുള്ളപ്പം നീ എനിക്ക് വിലയിടുന്നു? നീ ആരാന്നാ നിൻ്റെ വിചാരം എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ അങ്ങോട്ട് ഇവനെ അങ്ങ് ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിച്ചു. പെണ്ണുമ്പിള്ളയെന്നും പറഞ്ഞുകൊണ്ട് ഈ വരുൺ വിളിച്ചപ്പോഴേക്കും നമ്മുടെ രാധികയുടെ മുന്നിൽ വെച്ച് തന്നെ വരുണിൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു വിജയലക്ഷ്മി മാം. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാടാ സംസാരിക്കുന്നത്? നീ ആരാണെന്ന് നിനക്കറിയാവൂടാ? നിനക്ക് എന്ത് ബന്ധമാടാ ഈ കുടുംബവുമായിട്ടുള്ളത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിച്ച്, അതായത് കുറേ സത്യങ്ങളൊക്കെ വരുണിൻ്റെ മുന്നിലും അവിടെ നിന്ന് അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ മേഡം ഇതിങ്ങനെ വാശി കയറി പറയാൻ തുടങ്ങിയപ്പോഴേക്കും രാധികയ്ക്ക് പേടിയായി. ദൈവമേ, ബാക്കി എങ്ങാനും കയ്യിൽ നിന്ന് പോയാൽ മകനും ഇല്ലാതാകും, വളർത്തുമകനും ഇല്ലാതാകും, തറവാടും ഇല്ലാതാകും, ഒന്നും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയിൽ ഇങ്ങനെ പുള്ളിക്കാർ പിടിച്ചു വലിച്ചു മാറ്റുക. പ്ലീസ് നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കാതെ ഒന്ന് പോ എന്നും പറഞ്ഞു. ഈ വിജയലക്ഷ്മി പോകാൻ വന്നവളല്ല, അകത്തേക്ക് വന്നവളാണെന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അവിടുന്ന് അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുന്നു. പിന്നെ വരുൺ തടയാൻ ശ്രമിച്ചപ്പോഴും രാധിക പറഞ്ഞു തടയണ്ട എന്നുള്ള രീതിയിൽ, കാരണം പേടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ രാധിക പെട്ട് നിൽക്കുക. അകത്തേക്ക് പോകണോ പുറത്തേക്ക് പോകണോ എന്നറിയില്ല. പുറത്ത് നിൽക്കുന്നവൻ തെളിവുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിക്കുന്നു. എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചാൽ അവിടെ തീർന്നു. അകത്തേക്ക് പോകുന്ന വിജയലക്ഷ്മി പറയുന്നത് പിന്നെ ഗോവിന്ദ് വിശ്വസിക്കില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളത് കൊണ്ട് ഇവർ പുറത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പം അമ്മ ഇവരെ അകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞപ്പോൾ ഇവരെ നോക്കി നിന്നാൽ നമ്മൾ അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ആകും. അതുകൊണ്ട് നീ വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. ചെന്ന് രക്ഷപ്പെട്ടിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി മാം. എന്നിട്ട് ഇവരകത്തേക്ക് കയറി ചെന്നു. ഈ മേഡം അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഭയങ്കര ദേഷ്യവും കലിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗോവിന്ദ് ചാടി ഇങ്ങ് വന്നു. എന്നിട്ട് മേഡത്തിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഗീതാഞ്ജലിയെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവും രേഖയും കൂടി മുകളിൽ നിന്ന് ഇറങ്ങി വരിക. മേഡത്തിനെ കണ്ടപ്പോഴത്തേക്കും ഗീതു അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഓടി മേഡത്തിൻ്റെ അടുത്തേക്ക് വരിക. മേഡത്തിൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മേഡം വന്നിങ്ങനെ നോക്കി നിൽക്കുന്നു. ഗീതാഞ്ജലി ഓടി വന്ന് മേഡത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങ് നിന്നു. നിസ്സഹായതയോടെ ആ കണ്ണുകളിൽ ആ നിസ്സഹായത മേഡത്തിന് വായിച്ചെടുക്കാൻ പറ്റി. അപ്പോഴേക്കും ആ മുഖത്തെ ഭാവങ്ങളൊക്കെ മാറി. ഗീതു മേഡത്തിനോട് പറഞ്ഞു, ഞാൻ തോറ്റുപോയെന്ന് പറയുമ്പോഴേക്കും മേഡത്തിന് മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിഷമിക്കണ്ട എന്നും പറഞ്ഞ് അന്നേരവും ഗീതുവിനെ ചേർത്ത് നിർത്തുവാണ്. കാരണം ഇവറ്റകളെ തറ പറ്റിക്കണമെങ്കിൽ അത്ര നിസ്സാരത്തിലൊന്നും നടക്കില്ലെന്നുള്ള കാര്യം മേഡത്തിന് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മേഡം ഒരു പരിധിയിൽ കൂടുതൽ ഗീതുവിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഗീതുവിനോട് അതൊന്നും പറയുകയോ ചെയ്തില്ല. ഗീതു
ഈ സ്ത്രീയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നീ എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ടപ്പോൾ ഗീതു എന്നെ വിളിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ എൻ്റെ സ്വയം മനസ്സാലെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ മുന്നിൽ വിജയലക്ഷ്മി മാം പറയുന്നു. ഗീതു പറയുന്ന സത്യങ്ങളൊന്നും നീ മനസ്സിലാക്കാതെ നീ മുന്നോട്ട് പോകും തോറും എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ. ഗീതുവിൻ്റെയും നിൻ്റെയും ജീവൻ ആപത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാധികയുമായിട്ട് ഒരു വലിയ യുദ്ധം തന്നെ അറയ്ക്കൽ തറവാട്ടിൽ നടത്തിയതിന് ശേഷം വിജയലക്ഷ്മി മാം ഗോവിന്ദൻ്റെ മുന്നിൽ വന്നു നിന്ന് ആ സത്യം തുറന്നു പറയുക. പക്ഷെ ഗോവിന്ദൻ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാനോ ഉള്ള മനസ്സ് കാണിക്കുന്നില്ല. ഗോവിന്ദൻ അത് ഈ മേഡം പറയുന്നത് കൊണ്ട് അത് വിശ്വാസത്തിൽ എടുക്കാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെ ഇവർ അറയ്ക്കൽ തറവാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യങ്ങളും അസത്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഗീതു നിസ്സഹായതയുടെ ആ ഒരു കൊടുമുടിയിൽ കയറി ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഗീതുവിന് ഗോവിന്ദൻ്റെ മുന്നിൽ വോയിസ് ഇല്ല നിന്ന് സംസാരിക്കാൻ, അതുകൊണ്ട് തന്നെ ഗീതു മൗനം പാലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ അടിപൊളി കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.